NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. NSSൽ കൊടിയ അഴിമതിയാണ്. മന്നം സമാധിയിൽ ചെറുമക്കൾക്ക് പോലും പ്രവേശനമില്ലെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു. മന്നം സമാധി തിരിച്ചുപിടിക്കാൻ സമരം തുടങ്ങണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. താൻ സുകുമാരൻ നായരുടെ ശിങ്കിടിയല്ലെന്നും തന്റെ അഡ്രസ്സ് ആർക്കും എടുത്തുമാറ്റാനാവില്ലെന്നും ഗണേഷ് കുമാർ ആഞ്ഞടിച്ചു. ചട്ടമ്പി സ്വാമി തിരുവനന്തപുരത്തെ ഏതോ ചട്ടമ്പിയാണെന്ന് ധരിച്ചിരിക്കുന്ന ആളാണ് സുകുമാരൻ നായർ. ഒരു കുടുംബത്തിൽ നിന്ന് 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്. ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക് ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. നായർ സംരക്ഷണ സമിതി തയ്യാറാക്കിയ NSS നേതൃത്വത്തിനെതിരായ ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഗണേഷ് പങ്കെടുത്തത്. തിരുവനന്തപുരം മന്നം ക്ലബിൽ നടത്താനിരുന്ന പരിപാടി NSS നേതൃത്വത്തിന്റെ ഇടപെടലിന് പിന്നാലെ അവസാന നിമിഷം പ്രസ് ക്ലബിലേക്ക് മാറ്റുകയായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.